നിങ്ങൾ ഒരു ആയുഷ്കാലം കൊണ്ടുണ്ടാക്കിയ നിങ്ങളുടെ വീട്, ബിസിനസ്, സമ്പത്തിന്റെ ഒരു ഭാഗം ഗവൺമെന്റിലേക്ക് പോയാൽ ഹൗ ഡു യു ഫീൽ? അതാണ് ഇൻഹെറിറ്റൻസ് ടാക്സ്. അത് ഒഴിവാക്കാനായിട്ട് ഓൾറെഡി HNIs അവരുടെ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയെന്നല്ലേ? വെൽക്കം ടു ഇൻഷുറൻസ് കോമേഴ്സ്. ഇന്ത്യയിൽ 1985 ഇൻഹെറിറ്റൻസ് ടാക്സ് ഇവിടെ നീക്കം ചെയ്തതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇതിപ്പോ വീണ്ടും ചർച്ചയായെന്നല്ലേ? കോൺഗ്രസിന്റെ സാം പെത്രോഡ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ സമ്പന്നർ മരിച്ചാൽ അവരുടെ ആസ്തിയുടെ ഒരു ഭാഗം നികുതിയായി നൽകണം, ഇന്ത്യയിലും അതുപോലെ ആക്കാം എന്ന് സാം പെത്രോഡ പറഞ്ഞതിന് ശേഷമാണ് പല സാമ്പത്തിക വിദഗ്ധരും, അതായത് എക്കണോമിസ്റ്റുകളും അതേപോലെ പോളിസി മേക്കേഴ്സും ഇതിനെ അനുകൂലിച്ചു വന്നു. അപ്പോഴാണ് ഇതിപ്പോ വീണ്ടും ഒരു ഹോട്ട് ടോപ്പിക് ആയത്. ലോകത്തുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ 2/3 നിലവിൽ ഈ പറയുന്ന ഇൻഹെറിറ്റൻസ് ടാക്സ് ഓൾറെഡി നിലവിലുള്ളതാണ്. ഇത് വന്നാൽ ഭൂമിയും ബിസിനസ്സും കൈമാറ്റം ചെയ്യുന്നതിന് ശേഷം ഒരു സർട്ടൺ എമൗണ്ട് ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ടി വരും. പ്രോപ്പർട്ടി, ഷെയർസ്, മ്യൂച്വൽ ഫണ്ട്, ഇതിനെല്ലാം ടാക്സ് ഇംപ്ലിക്കേഷൻ ഉണ്ടാവും. വലിയ ആസ്തി ഉണ്ടെങ്കിൽ അത് ലിക്വിഡ് അല്ല. സോ ഇത് അടയ്ക്കാൻ തന്നെ കുടുംബം വളരെയധികം ബുദ്ധിമുട്ടും. പല രാജ്യങ്ങളിലും ഇന്ന് ഇൻഹെറിറ്റൻസ് ടാക്സ് അടയ്ക്കാനായിട്ടുള്ള ലോണുകൾ പോലും ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് HNIs, അതായത് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ഇപ്പോഴേ തയ്യാറെടുക്കുന്നത്. അവരുപയോഗിക്കുന്നത് ട്രസ്റ്റ്, ഫാമിലി ഓഫീസ്, അതേപോലെ സ്ട്രക്ചേർഡ് ലൈഫ് ഇൻഷുറൻസ് പ്ലാൻ ഒക്കെയാണ്. ഇത് അവരുടെ സമ്പത്ത് സ്മൂത്തായി ടാക്സ് എഫിഷ്യന്റ് ആയിട്ട് അടുത്ത തലമുറയിലേക്ക് പോകാൻ സഹായിക്കും. ലൈഫ് ഇൻഷുറൻസ് ഒരു പ്രൊട്ടക്ഷൻ മാത്രമല്ല, ഒരു സ്ട്രാറ്റജിക് വെൽത്ത് പ്ലാൻ ടൂൾ കൂടിയാണ്. സെക്ഷൻ 1010D പ്രകാരം നോമിനിക്ക് ടാക്സ് രഹിതമായിട്ട് ഈ എമൗണ്ട് ലഭിക്കുന്നതായിരിക്കും. ലിക്വിഡിറ്റി, പീസ്, കണ്ടിന്യൂറ്റി, ഇതാണ് നിങ്ങളുടെ അടുത്ത ജനറേഷൻ ഇൻഷുറൻസ് നൽകുന്നത്. വെൽത്ത് ക്രിയേഷൻ ഒരു മഹത്തായ കാര്യമാണ്, പക്ഷെ അതിന്റെ സുരക്ഷിതമായ കൈമാറ്റം അതിലും പ്രധാനമാണ്. നിങ്ങളുടെ സമ്പത്ത് സ്നേഹത്തോടെ വൈസായിട്ട് കൈമാറും. റൈറ്റ് ടൈമിലുള്ള പ്ലാനിങ് കൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയെ രക്ഷിക്കാൻ സാധിക്കും. നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ടാക്സുകൾ എത്രത്തോളം അനിവാര്യമാണോ അത്രത്തോളം നമ്മളുടെ സഹകരണം അതിൽ ആവശ്യമാണ്. നമുക്ക് നിയമത്തിനുള്ളിൽ നിന്ന് തന്നെ ടാക്സ് സേവ് ചെയ്യാൻ സാധിക്കുമെങ്കിലും നിങ്ങളുടെ വെൽത്ത്, ഇൻഷുറൻസ് ആൻഡ് ലെഗസി ക്രിയേഷന് വഴികാട്ടിയായി ഞാനുണ്ടാകും. ഐ എം അഭിജിത്ത് കുമാർ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, സൈനിങ് ഓഫ്. സോ അടുത്ത വീഡിയോയിൽ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ് ആയി നമുക്ക് കാണാം. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.